ഹലോ വെൽക്കം ടു എക്സൽ സ്കിൽ കോർണർ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജി എസ് ടിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതായത് എല്ലാ ഭൂരിഭാഗം ബിസിനസ്സുകാർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ഏത് ടൈപ്പ് ഓഫ് രജിസ്ട്രേഷനാണ് എടുക്കേണ്ടത് കൺഫ്യൂഷൻ വരാറുണ്ട്. ഇതിന് നമുക്ക് എങ്ങനെയാണ് സോൾവ് ചെയ്യാൻ പോകുന്നതാണ്. കാരണം നമ്മളിവിടെ മെയിനായിട്ട് രജിസ്ട്രേഷൻ പ്രോസസ്സ് പറഞ്ഞ് അഗ്രിഗേറ്റ് ടേൺ ഓവറിനെ ബേസിച്ചാണ്. അതായത് ടേൺ ഓവർ നമുക്കിവിടെ 20 ലക്ഷം താഴെയാണെങ്കിൽ, കേരളത്തിൽ 20 ലക്ഷം താഴെ ടേൺ ഓവർ ആണെങ്കിൽ രജിസ്ട്രേഷൻ വേണ്ടാണെന്ന് എല്ലാവരും പറയണത്. പക്ഷേ ചില സിനാരിയോയിൽ നമുക്ക് രജിസ്ട്രേഷൻ എടുക്കേണ്ടി വരാറുണ്ട്. അത് ബിസിനസ്സിൻ്റെ നേച്ചർ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും. ഇപ്പോൾ സാധാരണ ബിസിനസ്സാണ്, ബിസിനസ് ടു കൺസ്യൂമർ ആണ് ചെയ്യണമെങ്കിൽ, അതായത് കൺസ്യൂമർ നേരിട്ട് വന്ന് എൻ്റെ കടയിൽ നിന്ന് സാധനം മേടിക്കുകയാണെങ്കിൽ എനിക്ക് ഇവിടെ 20 ലക്ഷം താഴെയാണെങ്കിൽ രജിസ്ട്രേഷൻ എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ മറ്റൊരു സിനാരിയോ ഉണ്ടാവാറുണ്ട്. അതായത് 20 ലക്ഷം താഴെ ടേൺ ഓവറുള്ളൂ, പക്ഷേ ഞാനൊരു ഹോൾസെയിൽ ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ, അതായത് ഞാൻ കടകളിലേക്ക് സപ്ലൈ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ഇവിടെ എനിക്ക് ആ കട രജിസ്റ്റേർഡ് ഡീലറാണ്, അതായത് ദാറ്റ് മീൻസ് ടാക്സ് അടയ്ക്കുന്ന ഡീലറാണെങ്കിൽ ഇവിടെ എനിക്ക് ചെറിയ പ്രോബ്ലം വരും. അതായത് ഞാൻ ഇവിടെ അൺരജിസ്റ്റേർഡ് ഡീലറാണെങ്കിൽ രജിസ്റ്റേർഡ് ഡീലർക്ക് കൊടുക്കുമ്പോൾ ഇവിടെ റിവേഴ്സ് മെക്കാനിസം വഴി ടാക്സ് അടയ്ക്കേണ്ടി വരും ബയ്യർ. സോ ഇത് പല ബയ്യേഴ്സിനും താല്പര്യം ഉണ്ടാവില്ല നമ്മളോട് ഡീൽ ചെയ്യാൻ വേണ്ടി, കാരണം അവർക്ക് ഓഫീസ് വർക്ക് കൂടും ഓട്ടോമാറ്റിക്കായിട്ട്. ഈ സിനാരിയോയിൽ നമ്മൾ ഫോഴ്സിബിളായിട്ട് രജിസ്ട്രേഷൻ എടുക്കേണ്ടി വരും. അതായത് 20 ലക്ഷം താഴെ ബിസിനസ്സാണ്, പക്ഷേ നമ്മൾ ബിസിനസ് ടു ബിസിനസ്സാണ് ചെയ്യണത്. ഇതുകൊണ്ട് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് രജിസ്ട്രേഷൻ എടുക്കേണ്ടി വരും. ഇതേപോലെ മറ്റൊരു സിനാരിയോ ഉണ്ട്, 20 ലക്ഷം താഴെ സിനാരിയോ ആണ്, പക്ഷേ എൻ്റെ ബിസിനസ് ഇ കോമേഴ്സ് ബിസിനസ്സാണ്. അതായത് ഞാൻ ഓൺലൈൻ വഴി സെയിൽ ചെയ്യുന്ന വ്യക്തിയാണ് വിചാരിക്കുക. എനിക്ക് 100% ഇവിടെ രജിസ്ട്രേഷൻ എടുക്കേണ്ടി വരും. അതായത് ഇ കോമേഴ്സ് ബിസിനസ് ചെയ്യുന്നവർക്ക് ഇവിടെ ഒരു ടേൺ ഓവർ ലിമിറ്റും കൊടുത്തിട്ടില്ല. ദേ ഷുഡ് ബി രജിസ്റ്റേർഡ്. റെഗുലർ സ്കീമിൽ രജിസ്ട്രേഷൻ നടത്തേണ്ടി വരും. ഇതേപോലെ രജിസ്ട്രേഷൻ മറ്റൊരു സിനാരിയോ ഫേസ് ചെയ്യുന്നുണ്ട്. അതായത് ടേൺ ഓവർ 20-ൻ്റെയും 75 ലക്ഷത്തിൻ്റെ ഇടയ്ക്കാണ്. അവരെന്തെങ്കിലും രജിസ്ട്രേഷൻ എടുക്കണം. ഇവർക്കൊരു സ്കീം ഗവൺമെൻറ് പറയുന്നുണ്ട്, കോമ്പൗണ്ട് സ്കീം, കോമ്പോസിഷൻ സ്കീം ഉണ്ട്. ഇതെങ്ങനെയാണ് നമ്മൾ സെലക്ട് ചെയ്യണത് കാണാം. ഇപ്പോൾ എൻ്റെ ബിസിനസ് ടു കൺസ്യൂമർ ആണ് വിചാരിക്കുക. മുമ്പ് പറഞ്ഞ പോലെ കൺസ്യൂമർ നേരിട്ട് വന്ന് മേടിക്കുന്ന ഒരു കൺസെപ്റ്റാണ്. ഈ സിനാരിയോയിൽ എനിക്ക് വേണമെങ്കിൽ കോമ്പൗണ്ട് സ്കീമിൽ പോകാം, കാരണം ഇവിടെ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല, ഒരു ഡീലറല്ല ചെയ്യണത്. പക്ഷേ ഇതേപോലെ തന്നെ ടേൺ ഓവറാണ്, സെയിം 20 to 75 ലാക്സ് ടേൺ ഓവറാണ്. എൻ്റെ ബിസിനസ് മുമ്പ് പറഞ്ഞ പോലെ B2B ആണ്, അതായത് ഹോൾസെയിൽ ബിസിനസ്സാണ്. എൻ്റെ ഡീലർ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ഇൻപുട്ട് ക്രെഡിറ്റ് ലഭിക്കണം. അതുകൊണ്ട് അവർ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ റെഗുലർ സ്കീമിലേക്ക് തന്നെ ചെയ്യണം. അതായത് രജിസ്റ്റേർഡ് ഡീലർ റെഗുലർ സ്കീമിൽ ചെയ്താൽ മാത്രമാണ് നമുക്ക് ടാക്സ് ഇൻവോയ്സ് കൊടുക്കാൻ പറ്റുള്ളൂ നമ്മുടെ ഡീലർക്ക് ഓട്ടോമാറ്റിക്. എന്നാലാണ് ഡീലർക്ക് അത് ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ ഇത് നമ്മൾ റെഗുലർ സ്കീമിൽ തന്നെ രജിസ്ട്രേഷൻ നടത്തണം. 20 to 75 ലാക്സിൽ B2B ബിസിനസ് ചെയ്യുന്നവർ. അതേപോലെ മറ്റൊരു സിനാരിയോ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ ടേൺ ഓവർ 75 ലക്ഷം മുകളിലാണെന്ന് വിചാരിക്കുക. നമ്മൾ 100% കൺസ്യൂമറാണോ B2B ആണോ നോക്കേണ്ട ആവശ്യമില്ല. സ്റ്റേറ്റ് അവേ നമ്മൾ പോയിട്ട് റെഗുലർ സ്കീമിൽ രജിസ്ട്രേഷൻ എടുക്കണം. അത് 100% കമ്പൾസറിയാണ്. ഇവിടെ പിന്നെ മറ്റൊരു ചില സിനാരിയോസിലും നമ്മൾ ത്രെഷോൾഡ്, അതായത് നമ്മൾ ടേൺ ഓവർ ലിമിറ്റ് ഇല്ലാതെ രജിസ്ട്രേഷൻ എടുക്കേണ്ട കുറേ സിനാരിയോസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ ഇൻഡർ സ്റ്റേറ്റ് ടാക്സിബിൾ സപ്ലൈ ചെയ്യണം, അതായത് ഞാൻ മറ്റേ സ്റ്റേറ്റിലേക്ക് സപ്ലൈ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായും രജിസ്ട്രേഷൻ എടുക്കണം. അതുപോലെ ക്യാഷ്വൽ ടാക്സിബിൾ പേഴ്സൺ, അതായത് ഞാൻ ഒരു സ്മോൾ ടൈമിന് ഒരു ഇവൻറ്റ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഏത് സ്മോൾ ടൈം സെയിലിന് വേണ്ടി ചെയ്യണമെന്ന് വിചാരിക്കുക, അവരും ക്യാഷ്വൽ ടാക്സിബിൾ പേഴ്സൺ ആണ്, അവരും ഇതെടുക്കണം, രജിസ്ട്രേഷൻ എടുക്കണം. അതുപോലെ റിവേഴ്സ് ചാർജ് അണ്ടറിൽ ടാക്സ് അടയ്ക്കുന്ന വ്യക്തിയാണെങ്കിൽ, ബിസിനസ്സുകാരാണെങ്കിൽ അവരും രജിസ്ട്രേഷൻ എടുക്കണം. നോൺ റെസിഡൻറ്റ് ടാക്സിബിൾ പേഴ്സൺ എടുക്കണം. അതുപോലെ പേഴ്സൺസ് ഹു ആർ റിക്വയർഡ് ടു ഡിഡക്ട് ടാക്സ് അണ്ടർ സെക്ഷൻ 37 ആ നിയമപ്രകാരം ബിസിനസ് ചെയ്യുന്നൊരു രജിസ്ട്രേഷൻ എടുക്കണം ഇവിടെ. പിന്നെ ഇവിടെ അതുപോലെ തന്നെ മറ്റുള്ളവർ ഏജൻറ്റ് ത്രൂ നമ്മൾ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിലും ഇവിടെ നമ്മൾ രജിസ്ട്രേഷൻ എടുക്കണം. അതേപോലെ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ ആണെങ്കിൽ രജിസ്ട്രേഷൻ എടുക്കണം. മുമ്പ് ഡിസ്കസ് പോലെ ഇ കോമേഴ്സ് ബിസിനസ്സുകാർക്ക്, എല്ലാ ഇ കോമേഴ്സ് ബിസിനസ്സുകാരും ഇവിടെ രജിസ്ട്രേഷൻ എടുക്കണം. അതായത് GST രജിസ്ട്രേഷൻ അവർക്ക് 100% കമ്പൽസറിയാണ്. അതുപോലെ ഒരു അഗ്രിഗേറ്ററാണ്, സർവീസ് നമ്മുടെ ബ്രാൻഡ് നെയിമിൻ്റെ മുകളിൽ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിലും അവർക്കും ഇവിടെ രജിസ്ട്രേഷൻ കമ്പൽസറിയാണ്. അതായത് GST സിനാരിയോയിൽ ഇത്രയും അവർക്ക് 100% കമ്പൽസറി ആയിട്ട് രജിസ്ട്രേഷൻ എടുത്തേ പറ്റൂ. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. അതായത് നമ്മൾ ഒരു രജിസ്ട്രേഷൻ എടുക്കാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ ചിന്തിക്കണം, നമ്മുടെ സ്ഥാപനത്തിൻ്റെ നേച്ചർ ഓഫ് ബിസിനസ് എന്താണ് ചിന്തിച്ചിട്ട് വേണം നമ്മൾ രജിസ്ട്രേഷന് അത് കോമ്പൗണ്ട് ചെയ്യാനും, അതുപോലെ തന്നെ അൺരജിസ്റ്റേർഡ് ഡീലറായി നിൽക്കാനും, അതുപോലെ തന്നെ റെഗുലർ സപ്ലൈയിൽ രജിസ്ട്രേഷൻ എടുക്കാനും നമ്മൾ വളരെയധികം ചിന്തിച്ചിട്ട് വേണം എടുക്കാൻ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അതുപോലെ കൂടുതൽ വീഡിയോസിന് വേണ്ടി നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.